ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ ഓൾസോ റിക്വയർഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണ് എങ്കിൽ തന്നെയും അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ പ്രിപ്പയർ ചെയ്തതായിട്ട് ഉണ്ട്. ഓൾദോ ദിസ് ഓർഗനൈസേഷൻ ആർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് entities and they are not required to make trading or profit and loss account, but it's necessary to know whether the income during the year was sufficient to meet the expenses or not. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണ് എങ്കിൽ തന്നെയും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ട്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നെസസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. to know whether the income during the year was sufficient to meet the expenses or not. അതായത് ആ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് മീറ്റ് ചെയ്യാനുള്ള ഇൻകം അവിടെ ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യം ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉണ്ട്. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം അവിടെ ഉണ്ടോ മീറ്റ് ചെയ്യാൻ, എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, അതായത് ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസുകൾ, അത് ചിലവുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു വരുമാനം അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. Not only that they have to provide the necessary financial information to members, donors, and they have provide necessary financial information to not only that that they have to provide necessary financial information to members, donors and contributors and also registrar of society. മെമ്പേഴ്സിന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, പക്ഷേ എന്ത് അറിഞ്ഞിരിക്കണം, അത് അവിടെ വരുന്ന ഇൻകം എന്ന് പറയുന്നത് ആ വർഷത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. അത് ആരൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ദേ ഹാവ് പ്രൊവൈഡ് ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അതിൻ്റെ മെമ്പേഴ്സിന് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൻ്റെ മെമ്പേഴ്സിന് കൊടുക്കണം, ഡോണേഴ്സിന് കൊടുക്കണം, അതിൽ കോൺട്രിബ്യൂട്ടേഴ്സിനും രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി, ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുത്തിരിക്കണം. കാരണം അതിൻ്റെ മീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടോയെന്ന്. ഫോർ ദ പർപ്പസ് ഓഫ് ദേ ഹാവ് ടു prepare their final accounts at the end of the accounting period, and general principles of accounting are fully applicable in the preparation as stated earlier. The financial account for non-profit organization consists of the following. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ ഇൻകം ഇൻകം ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ളത് ഉണ്ടോയെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ വർഷത്തെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എല്ലാം അതിൻ്റെ മെമ്പേഴ്സിനും ഡൊണേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കോൺട്രിബ്യൂട്ടേഴ്സിനും അതുപോലെ രജിസ്റ്റർ ഓഫ് സൊസൈറ്റിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നുമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണെന്നുള്ളതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ആർക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.